ഒരൊറ്റ റാലി കൊണ്ട് ബംഗാൾ രാഷ്ട്രീയ പാർട്ടികളെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ. മമതാ ഭരണത്തിന് കീഴിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചിറകറ്റ് വീണെന്ന് വിധിയെഴുതിയവരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച മഹായുവജന പ്രളയത്തിന് കഴിഞ്ഞ ദിവസം ബ്രിഗേഡ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചത്. 10 ലക്ഷം പേരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന ആവേശം വളരെ വലുതാണ്. CPMന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐക്ക് മാത്രമായി ഇത്രയധികം ആളുകളെ റാലിയിൽ അണിനിരത്താൻ കഴിയുമെങ്കിൽ CPMന്റെ മറ്റു വർഗ ബഹുജന സംഘടനകൾ എല്ലാം ചേർന്ന് ഒരു റാലി നടത്തിയാൽ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും തകർക്കാൻ ശേഷിയുള്ള ഒരു മഹാസേന തന്നെയായിരിക്കും അത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റാലിയാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും ഉറക്കം കെടുത്തിയിരിക്കുന്നത്. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ ഒരു റാലി ഡിവൈഎഫ്ഐ നേരിട്ട് സംഘടിപ്പിക്കുന്നത്. സംഘാടകരെ പോലും അമ്പരിപ്പിച്ച യുവജന പങ്കാളിത്തമാണ് റാലിയിൽ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇനിയൊരു തിരിച്ചുവരവിന് പ്രയാസമാണെന്ന് കരുതി പ്രവർത്തനം മന്ദതയിലാക്കിയ CPM പ്രവർത്തകർക്കും തൃണമൂൽ ആക്രമണത്തെ തുടർന്ന് സ്വന്തം ഗ്രാമങ്ങൾ ഉപേക്ഷിച്ചു പോയവർക്കുമെല്ലാം ആത്മവിശ്വാസത്തോടെ ചെങ്കൊടി പിടിക്കാനുള്ള അവസരമാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ തുറന്നുകൊടുത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയാണ് പ്രധാന എതിരാളിയെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും CPM തയ്യാറാകില്ലെന്നാണ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് മമതാ ബാനർജി വാഗ്ദാനം ചെയ്ത 2 സീറ്റും വേണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. 42 ലോക്സഭാംഗങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ 2019 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റുകളും BJP 18 സീറ്റുകളുമാണ് നേടിയത്. 2 സീറ്റുകൾ കോൺഗ്രസിനും ലഭിക്കുകയുണ്ടായി. മുകുൾ റോയ് അടക്കമുള്ള പ്രമുഖ തൃണമൂൽ നേതാക്കളും പ്രവർത്തകരും BJPയിൽ ചേക്കേറിയതോടെയാണ് തൃണമൂൽ BJP നേരിട്ടുള്ള മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. തൃണമൂലിൽ നിന്നും BJPയിലെത്തിയവരിൽ നല്ലൊരു വിഭാഗവും ഇതിനകം തന്നെ തിരിച്ചു തൃണമൂലിലും മറ്റു പാർട്ടികളിലും ചേക്കേറി കഴിഞ്ഞു. തുടർച്ചയായി ബംഗാൾ ഭരിക്കുന്ന മമതാ സർക്കാരിനെതിരായ ജനവികാരം ആളിക്കത്തിച്ച് ഇടതുപക്ഷ സംഘടനകളും കളം നിറഞ്ഞു കഴിഞ്ഞു. 34 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെ എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് വീഴ്ത്തിയത്, അതിന് സമാനമായ അവസ്ഥയാണ് ഇനി മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും നേരിടേണ്ടി വരിക. ഇടതുപക്ഷ നേതാക്കളെക്കാൾ ആവേശം പശ്ചിമ ബംഗാളിൽ അണികൾക്കാണ്. ഇടതുപക്ഷ ഭരണം വീണതിനെ തുടർന്ന് മമതയെ രക്ഷകയായി കണ്ട ന്യൂനപക്ഷങ്ങൾക്കും അവരെ ഇപ്പോൾ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷ ഭരണകാലത്ത് ഒരു വർഗീയ കലാപവും ഉണ്ടാകാതിരുന്ന പശ്ചിമ ബംഗാളിൽ മമത ഭരണം പിടിച്ച ശേഷം നടന്നതാകട്ടെ നിരവധി കലാപങ്ങളാണ്. ഇടതുപക്ഷ ഭരണത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന BJPക്ക് 18 ലോക്സഭാ സീറ്റുകൾ ലഭിച്ചതും മമതയുടെ തൃണമൂൽ ഭരിക്കുമ്പോഴാണ്. ഇതെല്ലാം വൈകിയെങ്കിലും ബംഗാളിലെ മതന്യൂനപക്ഷങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റാലിയിൽ പങ്കെടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തോട് ഐക്യം പ്രഖ്യാപിച്ച് പുറത്തു നിൽക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ഇതിൽ യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും മാത്രമല്ല, കർഷകരും തൊഴിലാളികളും കച്ചവടക്കാരും ഉൾപ്പെടെ അനവധി സാധാരണക്കാരുമുണ്ട്. ഇവരെല്ലാം ബൂത്തിലെത്തി നിർഭയമായി വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ തീർച്ചയായും ബംഗാളിൽ ചുവപ്പിന്റെ തിരിച്ചുവരവിനുള്ള കളമൊരുങ്ങുക തന്നെ ചെയ്യും. ഡിവൈഎഫ്ഐ റാലിയുടെ വൻ വിജയത്തിനു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ CPM നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായല്ല CPMുമായാണ് സഖ്യം വേണ്ടതെന്നാണ് കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാൾ ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസുകാർ ഈ കാഴ്ചയും കാണേണ്ടത് തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ 2 സീറ്റ് നൽകാനുള്ള കരുത്തെ ഇപ്പോൾ കോൺഗ്രസിനുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂലിന്റെ പിറവിക്ക് തന്നെ കാരണമായ കോൺഗ്രസിന് ഇത് അർഹിക്കുന്ന മറുപടി തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.